ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കേൾക്കുക. ആ ശ്രദ്ധിച്ച് കേട്ട് തന്നെ അതുപോലെ ചെയ്യാട്ടോ. അപ്പൊ ഞാൻ പറയാൻ പോണത്, നിങ്ങൾ ഈ കൈ ഇങ്ങനെ മടക്കി ഈ വിരൽ ഇങ്ങനെ ചൂണ്ടി പിടിക്കാട്ടോ. ഈ വിരല് നിങ്ങൾ കവിളുടെ മേലെ വെക്കുക. വെച്ചില്ലേ? എത്ര പേരാണ് ഇത് കവിളുടെ മേലെ വെച്ചിട്ടുള്ളത്? എത്ര പേരാണ് ഇതിൽ മൂക്കിന്റെ മേലെ വെച്ചിട്ടുള്ളത്? പറയാം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് അതുപോലെ ചെയ്യാന്നുള്ളതാണ്. ഞാൻ കവിളുടെ മേലെ വെക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ മൂക്കിന്റെ മേലാട്ടോ വെച്ചിട്ടുള്ളത്. അപ്പൊ എത്ര പേരാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടാവോ എന്ന് പറയാട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ഞാനിപ്പോ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ, ആ കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളായിട്ട് പറഞ്ഞുകൊടുക്കുക. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, നീ ഇങ്ങനെ ചെയ്യല്ലേ, നീ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ നീ ഇങ്ങനെയാണ് നടക്കേണ്ടത്, നീ ഇങ്ങനെയാണ് ഒരുങ്ങേണ്ടത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവരോട് പറയും. പക്ഷെ പലപ്പോഴും അവർ കേൾക്കില്ല. അവർ ഈ ചെവി കൊണ്ടിട്ട് ഈ ചെവി കൊണ്ട് വീട്ടിൽ പോകുന്നതായിട്ട് നമ്മൾ പലപ്പോഴും പരാതി പറയുന്നത് കേൾക്കാല്ലേ. ഞാൻ തന്നെ എന്റെ മോളോട് തന്നെ പറയുമ്പോഴും അങ്ങനെയുണ്ട് കേട്ടോ. പക്ഷേ ലൈഫിൽ നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മൾ പറയുന്നതല്ല കേൾക്കുക, നമ്മൾ ചെയ്യുന്നതാട്ടോ അവരും ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം കേട്ടോ. നമ്മളൊരു കുറച്ച് വളർന്നു വരുന്ന സമയത്ത്, ഇപ്പൊ ഞാൻ എന്നെ തന്നെ പറയാം, ഞാൻ വളർന്നു വരുന്ന എനിക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കണം റോൾ മോഡൽ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും എനിക്കറിയാം, അല്ലെങ്കിൽ എന്റെ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ ഏറ്റവും ബെസ്റ്റ് റോൾ മോഡൽ എന്ന് പറയുന്നത് എന്റെ ലൈഫിൽ ഞാൻ ഒരുങ്ങണത്, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന രീതി, അല്ലെങ്കിൽ ഞാൻ ബിഹേവ് ചെയ്യുന്ന രീതി, ഇതൊക്കെ എന്റെ അച്ഛനും അമ്മേനും പോലെയാ. അങ്ങനെയാണ് മക്കൾ വരിക. അതുകൊണ്ട് തന്നെ ഫോൺ എന്ന് പറയുന്നത് നീ എടുക്കരുത് എന്ന് പറയും മോനടുത്ത്. എന്നിട്ട് ഇവിടുന്ന് അമ്മയും അച്ഛനും ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ കുട്ടി പഠിക്കുന്നത് എന്താണ്? അമ്മ പറയുന്ന കാര്യങ്ങളെ കുട്ടി ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആ കുട്ടി പിന്നെയും ഫോൺ എടുക്കാൻ തന്നെയാണ് ഇൻട്രസ്റ്റഡ് ആവുക. അല്ലെങ്കിൽ ആ കുട്ടി നാളെ കുട്ടിക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാകുമ്പോൾ അത് എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിന് വാശി പിടിക്കാനും പല തെറ്റുകളിലേക്ക് പോകാനും ഇടവരുത്തുള്ളൂ. അപ്പൊ നമ്മൾ പറയുന്നതല്ല കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നതാണ് കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്.